Hello friends, welcome back to another vlog. This is here in this time Rada. നമ്മളിന്ന് ഒരു ചെറിയ റൈഡായിട്ട് പോയി. ഈ ഏരിയയ്ക്ക് ഒരു കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. വഴി പറഞ്ഞുതരാം. നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഹിൽ ഏരിയയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റേ പത്തായക്കുണ്ട് ഡാമിലേക്കാണ് നമ്മൾ പോണത്. വേറെ അധികം സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഏരിയയിൽ കുറെ ഡാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂമല ഡാം, പിന്നെ അതുപോലെ വാഴാനി ഡാം എന്തോട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നീണ്ടല്ലോ പൂമല ഡാം, വാഴാനി ഡാം, പത്താഴക്കുണ്ട് ഡാം, പിന്നെ കുറെ അങ്ങനെ പുഴകളും കാട് ഏരിയയൊക്കെ പിടിച്ച സ്ഥലമാണ്. മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മോർണിംഗില് ഈവനിങ് ഒക്കെ ഈ വഴി റൈഡ് ചെയ്യാൻ പറ്റി കിട്ടുന്ന റോഡുകളും ഉണ്ടാവും. സമയം നട്ടുച്ചയാണ്. അപ്പൊ നല്ല ചൂടുണ്ട്. ചൂട്ടൊക്കെ നമ്മളിങ്ങനെ കത്തിക്കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് പുറത്ത് നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കാറ്റ് കിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, തണവ് കിട്ടില്ല. ഒരു കുന്ന് കയറി ഒരു കുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മള്. ഓ മാൻ, കുത്തനെയുള്ള ഇറക്കാണ്. ആക്ച്വലി നമുക്ക് വഴി തെറ്റിയോ? റോഡ് അടിപൊളി റോഡാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പൊളി. നമ്മൾ സോളോ ആയിട്ടാണ് വന്നിരിക്കണേ. ഞാനും എൻ്റെ ഷൈനി മാത്രമല്ല. ഗൈസ്, നമുക്ക് ചെറുതായി ഒന്ന് വഴി തെറ്റി. പത്താഴക്കുണ്ട് ഡാമാണ് നമ്മൾ ജസ്റ്റ് പോയത്. പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കിയില്ല, നമ്മൾ ഏകദേശം നോക്കി വെച്ചിട്ട് പോയത്. വഴി തെറ്റി നമ്മള് ചെപ്പാറയുടെ അവിടേക്ക് പോകണമെന്നാണ്. അപ്പോൾ ഇവിടെ കൊല്ലംപാറ ചോല വാട്ടർഫാൾ അങ്ങനെ സംഭവം ഉണ്ട്. ഇവിടെ അടുത്താണ് കാണിക്കേണ്ട മാപ്പില്ല. അപ്പോൾ നമുക്ക് അതുവരെ പോയിട്ട് തിരിച്ച് പത്താഴക്കുണ്ടിലേക്ക് പോകാം. പത്താഴക്കുണ്ട് ഡാമിൻ്റെ അവിടേക്ക് പോകാം. ആദ്യം നമുക്ക് വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകാം. ഞാനൊക്കെ വരുന്ന സ്ഥലമാണോ എന്തോ അറിയില്ല കേട്ടോ. കുറെ വീടുകളൊക്കെ സ്ഥലമാണ്, അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്. റോഡ് അടിപൊളി റോഡാട്ടോ. ഐ ലൈക്ക് ഇറ്റ്. കുറെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ഈ വഴി വരുന്ന വഴിക്കൊക്കെ. വാട്ടർഫോൾസ് കാണാമല്ലോ കേട്ടോ. വാട്ടർഫോൾസ് ഇവിടെ ഉണ്ടാവും, നമുക്ക് കാണാം. ഈ ഏരിയയിലാണ്. മറ്റൊരു തിരിവിലാണ് വാട്ടർഫോൾസ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് വാട്ടർഫോൾസ്. വെള്ളമൊന്നുമില്ല. So guys,
ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വാട്ടർഫോൾസ് ആണ്. വാട്ടർഫോൾസിൽ വെള്ളം നഹി ഹേ. മാപ്പ് നോക്കിയോ? മാപ്പില് ഗൂഗിൾ വെച്ചിട്ട് പറഞ്ഞു ഫെബ്രുവരി ലാസ്റ്റ് ആണെങ്കിലേ വാട്ടർ നഹി ഹേ. സോ നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. ഫാന്റാസ്റ്റിക്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് പാളിപ്പോയിരിക്കുന്നു. അതായത് നമ്മൾ വഴിതെറ്റി വന്നതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡാമാണ് നമ്മുടെ ലക്ഷ്യം. വെള്ളച്ചാട്ടങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അധികം വാഹനങ്ങളൊന്നും ഈ വഴിക്ക് വരുന്നില്ല കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും പിന്നെ വാട്ടർഫോൾസിൽ വെള്ളം അങ്ങനെ വേനൽക്കാലം തുടങ്ങിയില്ലേ, അതുകൊണ്ടായിരിക്കും വൈകില്ല ആൾക്കാരില്ല. ഉച്ചനേരമാണ്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും വഴിതെറ്റിപ്പോയി. നമ്മളൊരു വെള്ളച്ചാട്ടത്തിനോട് പോയി, പക്ഷെ വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് റബ്ബർ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ പത്താഴക്കുണ്ട് ഡാം തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പന്റെ മീശ അടിപൊളിയാണ്, കൊമ്പം മീശ. ഈ കാടാണോ? അങ്ങനെയാണെങ്കിൽ ചെറിയ പണി കിട്ടും. ഇവിടെ നല്ല ബോർഡുകളൊക്കെ വെക്കാനൊക്കെ കുഴപ്പമില്ല. അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എവിടേക്ക് പോകണ്ടെന്ന് അറിയില്ല. നമുക്ക് ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറ്റം റോഡ് കുത്തനെ കയറ്റാണ്. റോഡ് അടിപൊളി റോഡാണ്. സൈഡില് വലിയ അഗാധമായ പക്ഷെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടങ്ങൾ പറയുന്നത് എവിടേക്കുള്ള വഴിയാണോ നേരത്തെ കൊടുക്കുന്നത്? പറ്റത് പോയ ഡാമിക്കുള്ള വഴി ഇങ്ങനെയായിരിക്കും. ഡാമിക്ക് അങ്ങോട്ട് പോകുന്നുള്ള വഴിയാണോ? ബാക്കിലോട്ട് പോകണമെന്നാണ്, ഡാമിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ശരി, നമുക്ക് അങ്ങനെ പോയേക്കാം. ഗൂഗിളിച്ച് തെറ്റിക്കല്ലേ. നേരെ പോയിട്ട് finally we reached പത്താഴംകുണ്ട് ഡാം. നട്ടുച്ച വെയിലേക്ക് വരുന്ന എനിക്കല്ലാണ്ട് വേറെ ഒക്കെ തോന്നുന്നു നട്ടുച്ച നേരത്തെ ഈ വഴി വരെ. Damn you. Oh damn. This is dam. You know? എന്ത് ചെടിയല്ലേ? അല്ല ഞാൻ പറഞ്ഞു. You can see that. കാണുന്നുണ്ടോ? ഡാമിനവിടെ ഒരു പോത്തും കുട്ടി മേയുന്നു. കുട്ടിയുടെ പോത്ത്. പക്ഷെ ഒരു കാര്യം പറയാലോ, നല്ല വെയിലുണ്ട്. അടാറ് ചൂടുണ്ടോ, സൂപ്പർ ചൂട്. എന്താണ് പുലിയൻ മക്കൾ ബോസ് പത്താഴക്കുണ്ട് വീടായിരിക്കില്ലേ, വീട്ടിലോട്ടുള്ള വഴിയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ പത്താഴക്കുണ്ട് ഡാം. ഇതിനൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലം തോന്നും, പക്ഷേ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. ഫെബ്രുവരി മാസത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. വെള്ളം കിട്ടും താഴെ.
മോർണിംഗ് വരാൻ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേ സൂപ്പർ വ്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. സൺസെറ്റും സൺറൈസൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ആൾക്കാരൊന്നും കാണാനില്ല, ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും അറിയില്ല. പിന്നെ മഴക്കാലമല്ലല്ലോ, അതുകൊണ്ട് ആൾക്കാരൊന്നും വരുന്നുണ്ടാവില്ല. അവിടെ ഒരു പോത്തുനിന്ന് എന്തോ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുകളിൽ കൂടെ പോയി എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ റോഡ് അങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. പോയി നോക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് പത്തായക്കുണ്ട് ഡാം. ഇപ്പുറത്തെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ വെള്ളങ്ങൾ വിടുന്നതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ചിട്ട് ഇതായും വെള്ളം പോകുന്നുണ്ടാവും, പല പല ചാലുകളിലായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങ് കാണുന്ന ഇത് ഒരു ചെറിയൊരു ഗ്രാമം കാണാണ്ട്. നല്ല വെയിലാട്ടാ. ഇപ്പൊ ചൂടങ്ങനെ കാലുമിക്ക് നല്ല ചൂടുണ്ട്. നമുക്കതിനെ കുറച്ച് ഇറങ്ങി നോക്കാം. വാവ്, നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ വേസ്റ്റോടെ കൊണ്ടുപോയി തട്ടിയുണ്ട്. അത് ക്യാരി ചെയ്ത് കൊണ്ടുപോയാൽ മതി, ക്യാരി ചെയ്ത് കൊണ്ടുപോയില്ല. ഒക്കെ എവിടെയാണ് കൾച്ചർ ചെയ്യാൻ പറ്റി അവിടെ വലിച്ചറിഞ്ഞിട്ട് പോകും. നല്ല സംസ്കാരമാണ്. കണ്ടോ, എല്ലാ ബിസ്ക്കറ്റും കേക്കിൻ്റെ പാക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുപ്പികളും 7up, സിഗരറ്റ് എന്ന് മതി. വോഡ്ക, വോഡ്കയുണ്ടല്ലോ ഇവിടെ, വോഡ്കയും ഉണ്ട്. വോഡ്ക എന്നൊക്കെ ഉള്ള ചെറിയ കുപ്പിയുണ്ട്, അത് വോഡ്ക ലോക്കലോ അറിയില്ല കേട്ടോ. അതിനെ ഇട്ടിട്ട് ഐ ആം നോട്ട്, ഞാൻ മദ്യപിക്കാറില്ല, അതൊന്നും അറിയില്ല. സോ ഇതാണ് പത്തായംകുണ്ട്. വെള്ളത്തിൻ്റെ ലെവൽ വളരെയധികം കുറവാണ് ഇപ്പം തന്നെ. ഇപ്പോൾ ഫെബ്രുവരി മാസം ലാസ്റ്റ് ആവണേന്, അപ്പോൾ അടുത്ത 2 മാസത്തിനുള്ളിൽ എന്താണെന്ന് അറിയില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നല്ല പോകാൻ നോക്കാം. പ്രത്യേകിച്ചൊന്നും കാണില്ല. ഈവനിങ്ങിൽ കുറേ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, ഞായറാഴ്ചല്ലേ. ഇതാണ് എൻ്റെ ഓഫീസ് തോന്നുന്നുണ്ടോ. പിന്നെ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതിൻ്റെ പേര് പത്തായംകുണ്ട് റിസോർട്ട്. ഇതൊരു എർത്ത് ഡാമാണ്. ലെങ്ത്ത് 143, ഹൈറ്റ് 17 മീറ്റർ, മാക്സിമം വാട്ടർ ലെവല് 14. 1978 കമ്മീഷൻ ചെയ്തത്. ഓക്കെ, തെക്കുമുക്കര പഞ്ചായത്താണ്. ഓക്കെ ഹായ്, ബൈ. പോത്തൂട്ടിക്ക് പോയി കാര്യമായിട്ട് നോക്കുന്നില്ല. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് നമ്മുടെ ഹോണ്ട ഷൈനുമായിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകും. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ഉണ്ട്. അവിടെ എന്തോ ഉണ്ട് കേട്ടോ, ഞാൻ അവിടെ ഇവിടെ നോക്കിയിട്ട് നമുക്ക് പോകാം. ഓരോ കാറുകളൊക്കെ വരുന്നുണ്ടോ.
ഇവിടെ എന്താണ് കാണാനുള്ളത്? റോഡ് ഭയങ്കര മോശമാണ്. ഇവിടെ റിസോർട്ട് അസിസ്റ്റന്റ് നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട്. വീടുകളുണ്ട്. വില്ലാസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഭയങ്കര ചീഞ്ഞ നാറ്റുണ്ട്. എന്താ അറിയില്ല. ഒരു ഓപ്പൺ ഏരിയ കാണുന്നുണ്ട്. നോക്കിയോ മണ്ണാടില്ല റബ്ബർത്തോട്ടം തോന്നും. അതിൻ്റെ അപ്പുറത്ത് ഡാമിൻ്റെ ഭാഗം. ഇവിടെ എന്തോ ഇതിൻ്റെ പണി നടക്കുന്നുണ്ട്. വീടാണോ? ഇവിടെ കുറച്ചുകൂടി പോയാൽ മറ്റേ പുളിയമക്ക. ഇവിടെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൂമല ഡാം കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അത് നോക്കാൻ സമയമില്ല. നമുക്ക് വേറൊരു ദിവസം പൂമല ഡാം കൂടി കാണാൻ വേണ്ടി വരാം. ഇപ്പോൾ ഒന്നാമത് ഉച്ച നേരമാണ്. നമ്മൾ ഈ വഴി വന്നപ്പോൾ അങ്ങോട്ട് കയറിയെന്ന് മാത്രം. അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം പത്താഴംകുണ്ട് ഡാം വഴി താഴത്തോട്ട് ഇറങ്ങി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകണം. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. 1 മണിക്കൂറിന് മേലെ ഉണ്ട്. ബ്ലോക്ക് കിട്ടാണെങ്കിൽ തീരുമാനം. വെൽക്കം ടു പത്താഴം എന്നുള്ളതിന് പട്ടായംകുണ്ടെന്നാണ് അവിടെ ബോർഡ് വെച്ചുള്ളത്. പക്ഷെ ഇപ്പോൾ ഡാമിൻ്റെ അവിടെ ഇതിൽ പത്താഴംകുണ്ട് എന്നാണ് ഗൂഗിൾ മാപ്പിൽ. അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് അറിയില്ല. പട്ടായംകുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത്. The view from the top of the dam. ഇംഗ്ലീഷാണ് ഇന്നത്തെ പേടിക്കുന്നത്. ഒരു ഫാമിലി വന്നുണ്ട്. വഴിതെറ്റിയ ഈ വഴി വന്നേ. ഓക്കെ, അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ വിത്ത് മീ, ടേക്ക് കെയർ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.